ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിനന്ദ ഡോക്ടർ യാക്കിം മാക്കൂറുലോസ് തിരുമേനി, ജോൺ ജി ജോർജൻ എന്നിവരുടെ സന്നിഹിത അധ്യക്ഷവേദിയിലും അല്ലാതെയും ഉപവിഷ്ടരായിരിക്കുന്ന വികാരി ജനറൽ അച്ഛന്മാർ, വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള വിശ്വാസ സമൂഹമേ, ഗായ സംഘാംഗങ്ങളെ, സഭാ കൗൺസിൽ അംഗങ്ങളെ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, സുവിശേഷകരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. 14ാമത് ഭദ്രാസന കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തിരിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ആധാരമായി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതായുള്ള വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങളാണ്. മുഴുവൻ ഭാഗം ഞാൻ വായിക്കുന്നില്ല. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമ്മളുടെ ഭദ്രാസന കൺവെൻഷൻ്റെ ഉദ്ദേശം എന്തെന്ന് അഭിനന്ദ ഡോക്ടർ യാക്കിം മാക്കൂറുലോസ് തിരുമേനി ഇപ്പോൾ നമ്മോട് പറയുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിൽ പുതുക്കപ്പെടുക എന്നതാണ് വചന കേൾവിയിലൂടെ ഈ ദിവസങ്ങളിൽ കൂടെ എല്ലാം നാം ആഗ്രഹിക്കുന്നത്. അത് സാധ്യമായി തീരുവാൻ ദൈവം തമ്പുരാൻ കൃപ നൽകട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ വായിച്ചതായുള്ള വേദഭാഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ചില വാക്യങ്ങളാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, യു ആർ ഡിഫറൻറ്റ്, യു ആർ ഡിഫറൻറ്റ്. പുതുക്കപ്പെടുന്നതായുള്ള നമ്മളുടെ ഓരോരുത്തരെയും ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. യു ആർ ഡിഫറൻറ്റ്. എങ്ങനെയാണ് ഈ യുണീക്നെസ്, ഡിഫറൻസ് നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്? ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതുല്യത എന്ന ഒരു തലക്കെട്ടാണ് ഇതിന് കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതുല്യത എന്നത് തൻ്റെ ശിഷ്യന്മാർ എപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കണം എന്നത് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നതായുള്ള വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. വിശ്വാസ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നതായുള്ള ഏവനുമല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നത് കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുന്ന അവസരത്തിൽ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷമായി പോയതായുള്ള പൗലോസപ്പോസ്തലനും ശീലാസും അവർ ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടതായിട്ടുള്ള അവസരത്തിൽ തങ്ങളുടെ കൈ വിലങ്ങുകളാൽ ബന്ധിച്ച് ആമത്തിലിട്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യം, കാരാഗൃഹത്തിൽ കിടക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ്. ജീവിതത്തിൽ പരിമിത സാഹചര്യമുള്ളപ്പോഴും അവർ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. അത് കൂടെയുള്ളതായുള്ള തടവുകാർക്കെല്ലാം കേൾക്കുവാൻ കൊണ്ടിടയായിട്ട് തീരുന്നുണ്ട്. പിന്നീടാണ് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നതും ജയിലറകളെല്ലാം തുറക്കപ്പെടുന്നതും വിലങ്ങുകളെല്ലാം പൊട്ടിപ്പോകുന്നതും സ്വാതന്ത്ര്യത്തോടെ ഓടിപ്പോകുവാനായിട്ടുള്ള ഒരു അവസരം ലഭ്യമായിട്ട് തീരുന്നതും. എന്നാൽ നാം വായിക്കുന്നുണ്ട്, പൗലോസും ശീലാസും ഓടിപ്പോകുന്നില്ല. എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നതായുള്ള ഒരാൾക്ക് കാരാഗൃഹവാതിൽ തുറക്കുകയും ബന്ധനങ്ങളെല്ലാം അഴിയുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് വിമോചിതരായി പുറത്തേക്ക് പോകുവാനായിട്ട് കഴിയില്ല? ദൈവത്തിൻ്റെ ആത്മാവ് തങ്ങളോട് പറഞ്ഞത് എന്നത് കേട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് പൗലോസും ശീലാസും താല്പര്യപ്പെട്ടത് കൊണ്ടാണ് അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നത്. എൻ്റെ കാരാഗൃഹ പ്രമാണി വാളൂരി തന്നെ കൊല്ലുവാനായിട്ട് ഒരുങ്ങുന്നതായിട്ടുള്ള അവസരത്തിൽ പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നീ അന്വേഷിക്കുന്ന തടവുകാരായിട്ടുള്ള ഞങ്ങളെയാണ്, ഞങ്ങളിവിടെ തന്നെ ഉണ്ട്, ഞങ്ങളെങ്ങും പോയിട്ടില്ല, പിന്നെ നീ എന്തിനാണ് നിന്നെ വധിക്കുന്നത്?
നിന്നെ ഉപദ്രവിക്കുന്നത്, നിൻ്റെ ജീവിതം ഇല്ലാതെയാക്കി തീർക്കുന്നത്? കാരാഗൃഹ പ്രമാണിയും കുടുംബവും കർത്താവിൽ വിശ്വസിച്ചു എന്നാണ് ഇതിന് ശേഷമുള്ള വാക്യങ്ങളിലൂടെ നമ്മെ വായിച്ച് മനസ്സിലാക്കുന്നത്. എൻ്റെ പൗലോസും ശീലാസും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതായുള്ള സന്ദർഭത്തിൽ അവരെ വിടുവിച്ചതിനായുള്ള ദൈവം തമ്പുരാൻ അവരുടെ ജീവിതത്തിലൊരു ദൗത്യവും കൂടെ നൽകുകയാണ്. ആ ദൗത്യബോധത്തോടു കൂടിയാണ് പൗലോസും ശീലാസും കാരാഗൃഹ പ്രമാണിയും കുടുംബത്തെയും കർത്താവിൻ്റെ ശരീരമായ സഭയോടെ ചേർക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരുന്നത്. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ജൂലൈ മാസം ചില കന്യാസ്ത്രീ അതിൽ യാത്ര ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ അവരെ തടഞ്ഞു എന്ന് മാത്രമല്ല, അവരെ അസോൾട്ട് ചെയ്തു, അവരെ ഉപദ്രവിച്ചു. ഒന്നും പറയാതെ വളരെ ശാന്തമായിട്ട് അതിനൊക്കെ അഭിമുഖീകരിച്ചതായിട്ടുള്ള ആ കന്യാസ്ത്രീകളാണ് പീലാത്തോസിന് മുമ്പിൽ മൗനമായി നിന്നതായുള്ള കർത്താവിനെ പ്രതിഫലിപ്പിക്കുവാൻ്റെ കോണിടയായിട്ടെത്തുന്നത്. മൗനമായിട്ടിരിക്കണമോ, വാചാലമായിട്ട് തീരണമോ, പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കണമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നതായിട്ടുള്ള അവസരത്തിൽ ഞാനിപ്പോൾ പറഞ്ഞതായുള്ളൊരു കാര്യം ഓർക്കുന്നല്ലോ, യു ആർ ഡിഫറെൻറ്റ്. നിങ്ങളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്ന ലോകമയമായിട്ട് ചിന്തിക്കുന്നതിനായിട്ടല്ല, മാനുഷികമായിട്ട് ചിന്തിക്കുന്നതിനായിട്ടല്ല, ദൈവികമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു എന്നത് തിരിച്ചറിഞ്ഞ് അതേ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ്റെ കോണം നാം ആക്കപ്പെട്ടിരിക്കുന്നതാണ് എന്നത് ഓർക്കേണ്ടതാണ്. പഴയ നിയമത്തിൽ ജോസഫിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. തൻ്റെ അപ്പൻ തന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് സഹോദരങ്ങളെ തേടി പോകാനായിട്ടൊക്കെ ഇടയായിട്ടെത്തുന്നത്. എന്നാൽ സഹോദരങ്ങളെ വളരെയധികം യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അവനെ പിടിച്ച് ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇടുകയാണ്. പൊട്ടക്കിണറ്റിലേക്ക് തള്ളപ്പെടുന്നതായുള്ളൊരു ജീവിതത്തിൻ്റെ പരിമിതികൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടതായിട്ടുള്ള ജോസഫിൻ്റെ മനസ്സിൽ കൂടെ പോയതായിട്ടുള്ള വിചാരങ്ങൾ എന്തൊക്കെയായിരിക്കും? എൻ്റെ സഹോദരങ്ങൾ, എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ കരുതിയതായിട്ടുള്ള ആളുകൾ, ഞാൻ സ്നേഹിക്കുന്നതായിട്ടുള്ള എൻ്റെ സഹോദരങ്ങൾ, അവരെന്നെ ഈ പൊട്ടക്കിണറ്റിലേക്ക് എറിയുവാനും കൊണ്ട് ഞാൻ എന്നാ ചെയ്തു? എന്ത് ദോഷം ചെയ്തു? നിർദോഷിയായിരിക്കുമ്പോൾ പോലും നമ്മളുടെ ജീവിതത്തിൽ, ഇന്നസെൻ്റ് ആയിരിക്കുമ്പോൾ പോലും നമ്മളുടെ ജീവിതത്തിൽ പ്രയാസ സാഹചര്യങ്ങൾ ഉളവാകാം. എന്നാൽ അങ്ങനെ ഉളവാകുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ പ്രതികരണം? ജോസഫിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതായുള്ള നമുക്ക് ജോസഫിൻ്റെ ജീവിതത്തിലെ ആ അവസരവും ആ സഹോദരങ്ങളെ ജോസഫ് സ്നേഹിച്ചു എന്ന് മാത്രമേ കരുതുവാനായിട്ട് കഴിയുള്ളൂ. പിന്നീട് അവർ അവനെ ആ പൊട്ടക്കിണറ്റിൽ നിന്നൊക്കെ വലിച്ച് കരയേറ്റി അതിലെ പോയതായുള്ള ഒരു മിസ്രൈമിനെ വിൽക്കുന്നുണ്ട്, അടിമയായിട്ട് വിൽക്കുന്നുണ്ട്. അടിമയായിട്ട് കൊണ്ടുപോകപ്പെട്ടതായുള്ള ജോസഫ് ഫറവോൻ്റെ കൊട്ടാരത്തിലാണ് എത്തിച്ചേരുന്നത്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ ജീവിതത്തെ സംശയിച്ചതായിട്ടുള്ള ഫറവോൻ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു എന്നതൊക്കെ നാം മനസ്സിലാക്കുന്നുണ്ട്. ഇതെല്ലാം ജീവിതത്തിൻ്റേതായുള്ള ഏടുകളാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒട്ടും പ്രതീക്ഷിക്കാത്തതായുള്ള അവസരത്തിൽ, യാതൊരു കുറ്റവും ചെയ്യാത്തതായുള്ള അവസരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നു? ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങൾക്കും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് നമുക്കുണ്ടാവേണ്ടത്. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം നോക്കുന്നത് ദൈവത്തെങ്കിലേക്കാണ്. ദൈവമേ, എന്താണ് നിൻ്റെ ഉദ്ദേശ്യം? എന്താണ് നീ എനിക്ക് കാണിച്ചു തരുന്നത്? എന്താണ് നീ എന്നെ വഴി നിർത്തുന്നത്? ദൈവത്തോട് ചോദിച്ച്, ആലോചന ചോദിച്ച്, ദൈവഹിതപ്രകാരം ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് ദൈവമക്കളായിട്ടുള്ള നാം എല്ലാവരും തന്നെ. വചനകേൾവി നമ്മെ സഹായിക്കേണ്ടത് അപ്രകാരം ജീവിക്കുന്നതിനാണ്, ലൗകികമായിട്ട് ജീവിക്കുന്നതിനായിട്ടല്ല, സകല ചുറ്റുപാടുമുള്ള മനുഷ്യരെ പോലെയൊക്കെ ജീവിക്കുന്നതിനായിട്ടല്ല. അത് ലോകമയമായിട്ടുള്ളതും മാനുഷികമായിട്ടുള്ളതുമായ ചിന്തകളാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറമായി
ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയനായുള്ള ദൈവത്തിന് എന്നെക്കുറിച്ച് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവത്തെങ്കിലേക്ക് നോക്കി ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ് അതിനനുസൃതമായ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമോ എന്നതത്രേ നമ്മോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. എന്ത് പകരം ചെയ്യുവാനായിട്ട് കഴിയും എന്നതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. എങ്ങനെയാണ് റീറ്റാലിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇടയാവുന്നത്? അവൻ എന്നോട് ഇത്ര ക്രൂരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, നിർദാക്ഷിണ്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, യാതൊരു കുറ്റം കൂടാതെ എന്നെ വിധിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എനിക്ക് എങ്ങനെയാണ് പകരം വീട്ടുവാനായിട്ട് കഴിയുന്നത്? ഇതാണ് നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്ത. എന്നാൽ ആ സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ ചിന്ത മാറണമെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിൻ്റെ ശത്രുക്കളെ നീ സ്നേഹിക്കണം. പറ്റുമോ? നിൻ്റെ ശത്രുക്കളെ നീ സ്നേഹിക്കണം. ഇതാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്, യു ആർ ഡിഫറെൻറ്റ്, വി ആർ ഡിഫറെൻറ്റ്. We are different. We are a set of people called out by God, sanctified to carry out the will of God. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ് ദൈവഹിതം ഈ ലോകത്തിൽ നിറവേറ്റുന്നതിനായിട്ട്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, The principle of an eye for an eye and a tooth for a tooth will make the whole world blind. കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നുമുള്ളതായിട്ടുള്ള ഒരു നടപടിയാണ് ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്നതെങ്കിൽ, അതാണല്ലോ പകരം വീട്ടുക എന്ന് പറയുന്നത്, അതാണ് ചെയ്യുന്നതിനായിട്ട് ഒരുങ്ങുന്നതെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുന്നതിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നത് സൂചിപ്പിക്കുകയാണ്. നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നതായുള്ള യുദ്ധങ്ങളെക്കുറിച്ചെല്ലാം അറിയാം. എത്രയോ വഴക്കുകളാണ്, വയ്യാവേലിയാണ് ഓരോരോ സ്ഥലങ്ങൾ നടക്കുന്നത്. യുക്രൈൻ, ഗാസ, നൈജീരിയ, സുഡാൻ ആദ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ ഏറ്റവും അവസാനം ഇറാൻ, ഇവിടെ എല്ലാം നടക്കുന്നതായുള്ള കാര്യങ്ങളൊക്കെ നാം കേൾക്കുന്ന അവസരത്തിൽ ശക്തിക്ക് പകരം ശക്തി എന്ന്, പല്ലിന് പകരം പല്ല് എന്നത്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ള സമാധാനം നൽകുന്നതല്ല. അത് നമുക്കറിയാം. എത്രയോ ആളുകളാണ് പലായനം ചെയ്യേണ്ടതായിട്ട് വരുന്നത്, എത്രയോ ആളുകളാണ് അംഗവിഹീനരായിട്ട് തീരുന്നത്, എത്രയോ ആളുകളാണ് ഓർഫൻഡായിട്ട് തീരുന്നത്. ജനിച്ചതായുള്ള സ്ഥലത്ത് പോലും താമസിക്കുവാനായിട്ട് കഴിയാത്തതായിട്ടുള്ളൊരു രീതിയിലേക്ക് നീങ്ങുന്നതായിട്ടുള്ളൊരു ലോകത്തിൽ നാം തള്ളപ്പെടുമ്പോൾ, നാം ആക്കപ്പെടുന്ന അവസരത്തിൽ, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ പൊട്ടക്കിണറ്റിലേക്ക് നമ്മെ എറിയുന്നതായിട്ടുള്ള അവസരത്തിൽ എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് നോക്കി ജീവിതത്തെ പുതുതായിട്ട് കാണുവാൻ സാധിക്കും. അതാണ് പുതുതാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ. അപ്രകാരമുള്ള ജീവിതത്തിനായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുവാൻ കോണം നമുക്ക് ഇടയാവേണ്ടത്. എന്താണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ കാണുവാനായിട്ട് ഇടയാവുന്നത്? എല്ലായ്പ്പോഴും എല്ലാ ദിവസവും നാം പ്രാർത്ഥിക്കുന്നത് അതൊരു പ്രാർത്ഥനയല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആരാ കരുണ ചെയ്യേണ്ടത്? ക്രൂശിക്കപ്പെട്ടതായുള്ള മെസ്സിയാ തമ്പുരാനാണ്. ഇവനൊരു പാപവുമില്ല, ഇവനിൽ ഞാൻ ഒരു പാപവും കാണുന്നില്ല എന്നത് പറയുവാൻ തക്കോണം ഇടയായി തീർന്നതായുള്ള ഒരു മനുഷ്യൻ, ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യനെ ചാട്ടവാറ് കൊണ്ട് അടിച്ച് ദേഹമെല്ലാം വല്ലാതെയാക്കി കാർക്കിച്ച് തുപ്പി നിന്ദിച്ചു. കാൽവരി ക്രൂശിൽ യാഗമായിട്ട് തീരുമാനക്കൊണ് അവനെ കൈകാലുകളിൽ ആണിയടിച്ചു. ആ ക്രൂശ് അതിൻ്റെ സ്ലോട്ടിലേക്ക് പൊക്കി ഇടുകയും ചെയ്തു. എത്രയോ വേദന നൽകുന്നതായുള്ള അനുഭവങ്ങളാണ്. എന്നാൽ ഇതിൽ കൂടിയൊക്കെ കടന്നു പോയതായുള്ള കർത്താവായ യേശുക്രിസ്തുവാണ് പിതാവിൻ്റെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ്റെ കോണം ഇടയാക്കി തീർക്കുന്നത്. അതുകൊണ്ട് മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവായ യേശുക്രിസ്തു ആണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് എന്നത് ഓർക്കേണ്ടതാണ്. വിജയോത്സവമായി നമ്മെ വഴി നടത്തുന്നതായിട്ടുള്ള ദൈവം തമ്പുരാൻ, വിജയോത്സവമായി നമ്മെ നടത്തുന്നതായിട്ടുള്ള ദൈവം തമ്പുരാൻ ലോകത്തിൻ്റെ പരിമിതികളിലോ മനുഷ്യ സമൂഹത്തിൻ്റെ പരിമിതികളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ദൈവത്തിങ്കിലേക്ക് നോക്കി പ്രകാശിതരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഇടയായിട്ട് തീരണം എന്നതാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അവിടെയാണ് വി ആർ ഡിഫറെൻ്റ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ട് കാണാനായിട്ട് നമുക്ക് ഇടയാവുന്നത്. ഈ മാസത്തിൻ്റെ ആരംഭത്തിലാകുന്നു ഒഡീഷയിലെ മതപരിവർത്തനം ആരോപിച്ച ഒരു ക്രൈസ്തവനെ കുറച്ച് ആളുകളെല്ലാം കൂടെ ചേർന്ന് ബന്ധിച്ച്
ചാണകം തീറ്റിയതായുള്ള സംഭവം ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. ഭാര്യ വീട്ടിൽ അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള അവസരമാണ്, ഒരു പ്രാർത്ഥനക്കൂട്ടം നടക്കുന്നതായിട്ടുള്ള അവസരമാണ്. ഭാര്യയ്ക്ക് മനസ്സിലായി ഈ ആളുകൾ ഉപദ്രവിക്കുവാനായിട്ട് പോവുകയാണ്. അവൾ ഓടിപ്പോയി പോലീസ് സ്റ്റേഷനിൽ തന്നെ കാര്യം പറഞ്ഞു. അനങ്ങിയില്ല. അത് കഴിഞ്ഞ് നിർബന്ധിച്ച് പോലീസുകാർ വന്നപ്പോഴത്തേക്ക് ഇവിടെ ബന്ധിച്ച് കഴിഞ്ഞു. പിന്നെ ചാണകം തീറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെയുള്ളതായുള്ള ഒരു സംഭവമൊക്കെ നമ്മളുടെ ചുറ്റുപാട് നടക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നതായുള്ള രീതിയിൽ ഇത് ഇനി കേരളത്തിലും നമ്മളുടെ ഇടയിലും നമ്മളുടെ സമൂഹത്തിലും ഒക്കെ സാധ്യമായി തീരുന്നതായുള്ള ഒരു സാഹചര്യം ഉളവായാൽ നാം എന്ത് പറയും? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനൊരു സ്ഥാനമുണ്ട്. കൊരിന്ത് പട്ടണത്തിൽ ചെന്നതായല്ല പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സഭയോടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പല കക്ഷി വിഭാഗങ്ങളിലേക്കൊക്കെ വലിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റാരെയും അറിയാതെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. 1 Corinthians chapter 2 verse 2. 1 Corinthians chapter 2 verse 2. ക്രൂശിക്കപ്പെട്ട യേശുവിനല്ലാതെ മറ്റാരെയും അറിയാതെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. നമ്മളുടെ ദൃഷ്ടി ഉയരേണ്ടത് ക്രൂശിക്കപ്പെട്ടതായുള്ള യേശുവിങ്കിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നാം പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നത്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ മഹാത്മാഗാന്ധിയുടെ നോൺ വയലൻസ് ജീവിതത്തിൽ പാലിക്കുവാനായിട്ട് ശ്രമിച്ചതായിട്ടുള്ളൊരു മനുഷ്യനാണ്. നെൽസൺ മണ്ടേല അപ്പാർത്തൈഡ് എന്ന ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചതായുള്ള അവസരത്തിൽ താൻ അവലംബിച്ചതായുള്ള ജീവിത രീതി നോൺ വയലൻസാണ്. ആരെ ഉപദ്രവിക്കുന്നതിനായിട്ടോ രക്തം ചൊരിയുന്നതിനായിട്ടോ യുദ്ധം ചെയ്യുന്നതിനായിട്ടോ ആഗ്രഹിക്കുന്നതായുള്ള ആളുകൾ സമാധാനത്തിലൂടെ ഒരു പാതയെ വെട്ടിത്തുറക്കുവാനായിട്ട് കഴിയുമോ ഇല്ലയോ എന്നത് ചരിത്രത്തിൽ നാം എല്ലാം വായിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ആണെങ്കിലും മാർട്ടിൻ ലൂതർ കിങ് ആണെങ്കിലും നെൽസൺ മണ്ടേലയാണെങ്കിലും അവരെല്ലാം ചരിത്രത്തിൻ്റെ മധ്യത്തിൽ ക്രൂശിതനായുള്ള യേശുവിനെ ഉയർത്തിപ്പിടിക്കുവാൻ്റെ കോണം സാധ്യമായി തോന്നുന്നതായുള്ള വ്യക്തികളാണ്. ഇന്നും ഇതിനൊരു പ്രസക്തിയുണ്ട് എന്ന് ലോകത്തോടെ പറഞ്ഞതായിട്ടുള്ള ആളുകളാണ്. നമ്മളുടെ ജീവിതത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ അക്രമത്തെ നമ്മൾ ഐഡിയലൈസ് ചെയ്യേണ്ടതായില്ല, വെനറേറ്റ് ചെയ്യേണ്ടതായുള്ള ആവശ്യമില്ല. അക്രമമല്ല നമ്മളുടെ പാത. നമ്മളുടേതായുള്ള പാത ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള സമാധാനത്തിൻ്റേതായുള്ള പാതയാണ്, നീതിയുടേതായുള്ള പാതയാണ്. ദൈവം തൻ്റെ പുത്രനെ കാൽവരി ക്രൂശിൽ അർപ്പിക്കുവാൻ്റെ കോണം ഇടയായി തീർന്നതായിട്ടുള്ള പാതയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസും റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 10 മുതലുള്ള വാക്യങ്ങളിൽ ഈ പറഞ്ഞതായില്ല, ഞാൻ വായിച്ചതല്ല വാക്യങ്ങൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശത്രുവിനോട് നീ പകരം ചെയ്യരുത്, അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തേരെ, നീ പകരം ചെയ്യണ്ട. ശത്രുവിനെ സ്നേഹിക്കുക എന്നെ പഠിപ്പിച്ചതായുള്ള കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കൂടെയുള്ളതായുള്ള ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുന്നതിനായിട്ടാണ് താല്പര്യപ്പെട്ടു. പോപ്പ് ഫ്രാൻസിസ് അവരുടെ മത ആചാരം അനുസരിച്ച് മോണ്ടി തേഴ്സ്ഡേയിൽ കാലുകൾ കഴുകുന്നതായുള്ള ശുശ്രൂഷ നടത്തുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നതായുള്ള വൈദിക ശ്രേഷ്ഠ വിചാരിച്ചു ഞങ്ങളുടെയൊക്കെ കാലുകളായിരിക്കും കഴുകുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം അടുത്തുള്ളതായുള്ളൊരു പ്രശ്നയിൽപ്പെട്ട കിടക്കുന്നതായുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ കാലുകളെ കഴുകുകയാണ് ചെയ്തത്. നിങ്ങളത് കണ്ടിട്ടുണ്ട് എങ്കിൽ ഓരോരുത്തരെയും കണ്ണിൽ നിന്ന് ഒഴുകിയതായുള്ള കണ്ണുനീർ ധാര മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രായാധിക്യത്തിലും ക്ഷീണത്തിലുമായിരുന്നതായുള്ള പോപ്പ് ഓരോരുത്തരെയും അടുത്ത് താണു ചെന്ന് തൻ്റെ തലയിലെ തൊപ്പിയൊക്കെ മാറ്റി അങ്ങോട്ട് വെച്ചതിന് ശേഷം വെള്ളമൊഴിച്ച് കാലുകൾ കഴുകി ചുംബിച്ച് അവരെ സ്വീകരിച്ചതായിട്ടുള്ള രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നതായുള്ള ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുകയാണ്. ഈ സ്നേഹം ആർക്കാണ് ഈ ലോകത്ത് നൽകുവാനായിട്ട് കഴിയുന്നത്? ഈ സ്നേഹം ആർക്കാണ് ഈ ലോകത്ത് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് കഴിയുന്നത്? മറ്റാർക്കുമല്ല, യേശുവിനെ സ്നേഹിക്കുന്നതായുള്ള ആളുകൾക്ക് മാത്രമാണ്.
അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അതുല്യമായിട്ടുള്ള ജീവിതത്തിൻ്റേതായുള്ള സ്വഭാവത്തെ ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ടാണ് വി ആർ ഡിഫറെൻറ്റ്. ദൈവസന്നിധിയിൽ ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുകളെ കാണുമ്പോൾ, പരിസരങ്ങളെ മനസ്സിലാക്കുമ്പോൾ, സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുന്നതിനായിട്ട് നാം ഒരുങ്ങുമ്പോൾ, സ്നേഹത്തിൻ്റേതായിട്ടുള്ള പാതയല്ലാതെ വേറൊരു പാത നമുക്ക് നൽകിയിട്ടില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കുക എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ദൈവത്തിനും കേൾക്കുന്നതല്ല ഓരോ അവസരത്തിൽ എങ്ങനെയാണ് ദൈവം തമ്പുരാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചിരിക്കുന്നത്, നമ്മുടെ സമസൃഷ്ടങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത്, അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തരണം. ആ സ്നേഹത്തെ നമ്മളുടെ പ്രവർത്തന ഭാഗത്തിൽ കൊണ്ടുവരുവാനായിട്ടാണ് ദൈവം തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതിനായിട്ട് ഒരുങ്ങുകയാണ്. ഒരിക്കൽ കാളികെട്ടിൽ തങ്ങളുടെ ഭവനം ആരംഭിച്ചതായുള്ള മദർ തെരേസയും കൂട്ടരെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കാളിഘട്ടിലെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും മറ്റാളുകളും എല്ലാം കൂടെ ചെന്ന് ആ ജില്ലയിലെ കളക്ടറെ കണ്ടു. അപ്പോൾ കളക്ടറെ വളരെ അനുഭാവപൂർവ്വം അവരുടെ ആവശ്യങ്ങളെയൊക്കെ കേട്ടതിന് ശേഷം അവരോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ദിവസം അവിടോട്ട് പോകാം. അവർ ചെയ്യുന്നതായുള്ള ശുശ്രൂഷകൾ എന്ന് നിങ്ങൾ ചെയ്യുന്നതിനായിട്ട് ആരംഭിക്കും, അന്ന് ഞാൻ അവരെ പറഞ്ഞയച്ചോളാം. ഈ നാട്ടിൽ ഇത് ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട്, ദൈവത്തിൻ്റെ ജനമുണ്ട് എന്നത് ഈ ലോകം മനസ്സിലാക്കുന്നതായുള്ള സാഹചര്യത്തിൽ അവരെ പറഞ്ഞയക്കാം. അവരോട് ഒന്ന് പുതുതായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ ചെന്നതായിട്ടുള്ള അവസരത്തിൽ കാളികെട്ടിൽ വളരെയധികം വയോധികരായിട്ടുള്ള ആളുകൾ, ജീവൻ ഏത് നിമിഷവും പോകാം എന്നുള്ളതായുള്ള നിലയിൽ അവശ്യനായിട്ട് കിടക്കുന്നതായുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ശുശ്രൂഷ ചെയ്യുന്നതായുള്ള മദറിനെയാണ് കണ്ടത്. മദർ തെരേസ തന്നെ. അദ്ദേഹം ഛർദ്ദിച്ചു. അദ്ദേഹത്തിന് എന്തോ പോറിച്ച് കൊടുക്കുവാനായിട്ട് ശ്രമിച്ച സമയത്ത് അദ്ദേഹം അങ്ങ് ഛർദ്ദിച്ചു. ആ ഛർദ്ദിച്ചത് പെട്ടെന്ന് കോരിയെടുക്കുവാനായിട്ട് പാത്രം കയ്യിൽ കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് കൈ കുമ്പിളിലേക്കാണ് ആ ഛർദ്ദിൽ വാങ്ങിയെടുത്തത്. പിന്നീട് അത് കൊണ്ടുപോയി കളഞ്ഞ് കൈയൊക്കെ കഴുകി വൃത്തിയാക്കുകയായിരുന്നു. കളക്ടറും കൂടെ വന്നതായിട്ടുള്ള ആളുകളും സ്തംഭിച്ചു പോയി. ഇതാർക്കാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ഛർദ്ദിൽ സ്വന്തം കയ്യിലേക്ക് വാങ്ങി യാതൊരു സങ്കോചം കൂടാതെ ആ മനുഷ്യനെ അതുപോലെ സ്നേഹിച്ച് കരുതുവാനായിട്ട് ആർക്കാണ് കഴിയുന്നത്? ഉള്ളി മദർ തെരേസ. എന്നെ കേൾക്കുന്നതായുള്ള ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം നമ്മെ കർത്താവെ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ള ജീവിതത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ആനയിക്കുകയാണ്. വീണ്ടും വന്ന് ദൈവജനം കേൾക്കുന്നതിൻ്റെ അർത്ഥമില്ല. ദൈവജനം കേൾക്കുന്നതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കുമ്പോഴാണ് തിരുമേനി പറഞ്ഞതായിട്ടുള്ള പുതുക്കമുണ്ടാകുന്നത്, ജീവിതം പുതുക്കപ്പെടുന്നത്, ജീവിതം നവ്യമായിട്ട് തീരുന്നത്, ഒരു സവിശേഷതയുള്ളതായിട്ട് തീരുന്നത്. ആ സവിശേഷത ഈ ലോകം ദർശിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം. തൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നതായുള്ള മദർ തെരേസയുടെ ഒരു സിസ്റ്ററെ മദർ തെരേസ വിളിച്ചു പറഞ്ഞു, നീ രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുന്നതായുള്ള അവസരത്തിൽ ക്രിസ്തുവിനെ ചെയ്യുന്നതായുള്ള ശുശ്രൂഷയാണ് എന്നുള്ള നിലയിൽ മാത്രമേ ശുശ്രൂഷ ചെയ്യാവുള്ളൂ. അവിടെ കിടന്നതായുള്ളൊരു രോഗിക്ക് കുടിക്കാനായിട്ട് കൊണ്ടുവന്നതായുള്ള ഒരു പോറിഡ്ജ് തൻ്റെ കയ്യിലിരുന്നതായുള്ള കരണ്ടി താഴെ പോയി. ശബ്ദം കേട്ട ഉടനെ മനസ്സിലായി എവിടെയോ കരണ്ടി താഴെ പോയതാണ്. അമ്മ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ സിസ്റ്ററെ കരണ്ടി താഴെ പോയതിൽ വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ഉടനെ ചോദിച്ചതാളുടെ ചോദ്യം ഇതാണ്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച് ആദരിക്കുന്ന പോലെ വേണം ഓരോരുത്തരെയും കരുതുവാൻ. ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കുവാനായിട്ട് കഴിയേണ്ടത് എങ്ങനെയാണ് ഈ ലോകത്തിൽ വിഭിന്നമായിട്ടുള്ള രീതിയിൽ, വ്യത്യാസമുള്ള രീതിയിൽ, യുണീക്കായിട്ടുള്ള രീതിയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ്. അതിന് നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അത് നമ്മുടെ കാലുകൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശമാണ്. ഇന്നത്തെ വചന കേൾവിക്കായിട്ട് നാം ഒരുങ്ങുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനത്തെ നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 119 സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്,
ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു. ദൈവവചന കേൾവി അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.